മരിച്ചാലെങ്കിലും അല്പം സ്വസ്ഥത കിട്ടുമല്ലോ എന്നോർത്താണ് പലരും മരിക്കുന്നത് തന്നെ. ജീവിച്ചിരിക്കുമ്പോൾ അല്പം പോലും സ്വസ്ഥത കിട്ടാത്ത MV രാഘവനെ മരിച്ചാലും വിടുന്ന മട്ടില്ല. രാഘവൻ ഇടതുമുന്നണിയിൽ എത്തിയിട്ടാണ് മരിച്ചതെന്ന പിണറായി വിജയൻ്റെയും ധീരനായ കമ്മ്യൂണിസ്റ്റായിരുന്നു രാഘവൻ എന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെയും പ്രസ്താവനകൾ കെ സുധാകരനെ വല്ലാണ്ട് ചൊടിപ്പിച്ചിരിക്കുകയാണ്. UDFിൻ്റെ മുത്തായ രാഘവനെ LDFിന് വിട്ടുകൊടുക്കാൻ സുധാകരൻ്റെ ചരിത്രബോധം അനുവദിക്കുന്നില്ല. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അനുശോചന സന്ദേശത്തിൽ MVR അവസാന കാലം ഞങ്ങളോടൊപ്പമായിരുന്നു. വലിയ തോതിലുള്ള പുനർചിന്തന അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ഇതെപ്പോഴും അവിടെ എത്തിയെന്ന്. ഒരു തീക്കനലായിരുന്നു. 1987 മുതൽ MV രാഘവൻ കണ്ണൂർ ജില്ലയിൽ കേരള രാഷ്ട്രീയ രംഗത്ത് ഈ CPM-നെ കൊണ്ട് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധിയുടെ ആഴമെത്ര. കേരളത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഇതുപോലെ വേട്ടയാടപ്പെട്ടിട്ടുണ്ടോ? 1987 AKG ഇലക്ഷനോടനുബന്ധിച്ച് തുടങ്ങിയതാ കുഴപ്പം. ആ ഇലക്ഷനകത്ത് കള്ള വോട്ട്, കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി MV രാഘവന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന ബാലൻ മാഷ് സ്ഥാനാർത്ഥിയാണ്. ആ ബാലൻ മാഷ ഭാര്യയുടെ വോട്ട് ബാലൻ മാഷ മുമ്പൊന്ന് ചെയ്യുമ്പോൾ ബാലൻ മാഷ് വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യന്റെ വോട്ടാണ്. വോട്ട് ചെയ്യാൻ വന്ന സ്ത്രീ കൂസാതെ, ഒരു കൂസലുമില്ലാതെ ബാലൻ മാഷോട് ചോദിച്ചു, ഞാൻ തന്നെയല്ലേ മാഷേ നിങ്ങളുടെ ഭാര്യ? അത്ര കുപ്രസിദ്ധമായ ജനാധിപത്യം നടത്തി AKG ആശുപത്രി പിടിച്ചെടുത്ത് MV രാഘവനെ ആ ഇലക്ഷൻ സ്കൂളിൻ്റെ അകത്ത് ബൂത്തിലിട്ട് അടിച്ച് അദ്ദേഹത്തെ പുറത്ത് വലിച്ചിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചെരുപ്പ് മാലയിട്ട് അദ്ദേഹത്തെ ആനയിച്ച് തെക്കി ബസാറിലൂടെ ഒരു 100 ചില്ലാനും CPM DYFIക്കാർ ചെരുപ്പ് കൊണ്ട് അടിച്ചും ചെരുപ്പ് മാലയിട്ടും MV രാഘവനെ നടത്തിച്ച നഗരമാണ് കണ്ണൂർ. സഖാവ് MVR നിശ്ചയദാർഢ്യമുള്ള ധീരനായ ഒരു പോരാളിയായിരുന്നു. മഹാനായ കമ്മ്യൂണിസ്റ്റ്, ഒരു വ്യക്തി പ്രസ്ഥാനമായതായ MVR എന്നൊക്കെ ഇന്നലെ പ്രസംഗിച്ചില്ലേ കോടിയേരി? ആ കോടിയേരി ബാലകൃഷ്ണനും ഗോപി കോട്ടമുറിക്കലും മുണ്ടും മാടിക്കെട്ട് MVR ചവിട്ടി നിയമസഭയിലിട്ട് ചവിട്ടി ഉരുട്ടി. ഒരാഴ്ചക്കാലം മൂത്രം യൂറിൻ പോകാതെ ആശുപത്രിയിൽ കിടന്ന MVR. അതൊക്കെ കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണ്. അതിനുശേഷം നടന്ന AKG ബാങ്ക് ഇലക്ഷൻ 93 MVR പിടിച്ചെടുത്തു. MV രാഘവന്റെ സ്റ്റേറ്റ് പാർക്ക്, ലോക മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച, മിണ്ടാ പ്രാണികളോട് കാണിച്ച കടുത്ത ക്രൂരത സ്നേക്ക് പാർക്ക് അടിച്ച് തകർക്കുക വഴി, വെട്ടിനുറുക്കുക വഴി, തീയിടുക വഴി സിംഹവാലൻ കുരങ്ങിന്റെ കാലുകൊത്തി ആ സിംഹവാലൻ കുരങ്ങ് തുള്ളുമ്പോ തുള്ളട രാഘവ എന്ന് പറഞ്ഞ് ക്രൂര വിനോദം ആസ്വദിച്ച കണ്ണൂരിലെ CPM-ഓട് സന്ധി ചെയ്യാൻ MV രാഘവൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് സാധിക്കുമെന്ന് പറയുന്നവന് ഭ്രാന്ത്. അത് കഴിഞ്ഞ കൂത്തുപറമ്പിലെ വെടിവെപ്പ്. എന്തിനാ വെടിവെച്ചത്? അന്ന് വെടിവെച്ചിരുന്നില്ലെങ്കിൽ MV രാഘവൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഒരു പേപ്പട്ടിയെ എറിഞ്ഞു കൊല്ലും പോലെ കൊല്ലപ്പെടുമായിരുന്നു കൂത്തുപറമ്പിൽ. തൻ്റെയുള്ള നട്ടലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ളത് കൊണ്ട് MV രാഘവൻ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മന്ത്രിയുടെ ജീവൻ രക്ഷിച്ചു. ഞാൻ ധരിച്ചത് ഇന്നലെ ഇവിടുത്തെ ഈ പന്തലിലെ ഈ ആലവട്ടവും നേതാക്കന്മാരുടെ നിയന്ത്രണമൊക്കെ കണ്ടപ്പോൾ ഞാൻ ധരിച്ചത് അവിടെ ചിതക്ക് തീ കൊളുത്തു, അന്നത്തെ വെടിവെപ്പിൽ നട്ടൽ തകർന്ന പുഷ്പനെ കൊണ്ട് തീ കത്തിക്കും ഞാൻ കരുതി. മക്കളെല്ലാം മാറ്റിയിട്ട്, ഗിരീഷിനെയും നികേഷിനെയും എല്ലാം മാറ്റിയിട്ട് പുഷ്പനെ കൊണ്ട് അദ്ദേഹത്തിന്റെ ബോഡി കത്തിക്കുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു. അത് ഭാഗ്യത്തിന് അത് ചെയ്തില്ല. അത് മഹാഭാഗ്യം, MVRന്റെ ഭാഗ്യം, സുഹൃതം. MV രാഘവന്റെ പിതൃത്വം അങ്ങനെ അവകാശപ്പെടാൻ CPM വരരുത്. ആ പരിഹാസ്യമായ നടപടിയിൽ നിന്ന് പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കന്മാർ പിൻവാങ്ങണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സ്നേഹപുരസ്സരം ആവശ്യപ്പെടുന്നു. പുലികൾ പലതും പൂച്ചകളും എലികളുമാകുന്ന അതിവേഗം ചാണ്ടിയുടെ ഭരണകാലത്താണ് നമ്മുടെ ജീവിതം. പുപ്പുലിയായി ചീറിയെത്തി ആത്മാഹൂതി ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ബാർ ഡോക്ടർ ബിജു രമേശ് മൊഴി കൊടുത്ത ശേഷം പുറത്തിറങ്ങിയതോടെ പൂച്ചയായി മാറി. ഇത് കണ്ടപ്പോൾ കോഴ ആരോപണത്തെ തുടർന്ന് മുഖം
ഴാ പോലെയായ മാണിസാർ പോലും പൊട്ടിച്ചിരിച്ചു പോയത്രേ. പാലയിലേക്കാണ് പൈസ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ ജനമധ്യത്തിൽ കൊണ്ടുവരണം. ഏത് അന്വേഷണ ഏജൻസിയുടെ മുന്നിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നുണ പരിശോധനയ്ക്ക് ഞാൻ വിധേയനാകാൻ തയ്യാറാണ്. ഈ 1 കോടി രൂപ കണക്കി വന്നിട്ട് 1 കോടി രൂപ കണ്ടില്ല എന്ന് പറഞ്ഞ് അസോസിയേഷൻ ആരോട് സമാനം പറയും? ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ ജനസമൂഹ മധ്യത്തിൽ വെച്ച് ഞാൻ ആത്മാഹൂതി നടത്താൻ തയ്യാറാണ്. അതിനകത്ത് വലിയ വ്യക്തമായ തെളിവുകളോ ഇതൊന്നുമില്ല. തെളിവില്ലാത്തൊരു കാര്യം പറയാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാനത് പിന്മാറുന്നത്. എൻ്റെ കയ്യിൽ തെളിവുകളോ കൊടുത്തതായിട്ടോ രേഖകളോ ഒന്നുമില്ല. മന്ത്രിസഭ തെറിച്ചു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ഒരാളെ പിടിച്ചു വളച്ചു, അതിലൂടെ കോംപ്രമൈസ് ചെയ്ത് നമുക്ക് അടയ്ക്കുന്നതിന് മുമ്പാണല്ലോ കൊടുത്തത്. അടയ്ക്കുന്നതിന് മുമ്പാണല്ലോ കൊടുത്തത്. അടയുമെന്നുള്ള പ്രതീക്ഷയും നമുക്കപ്പോൾ ഇല്ലായിരുന്നല്ലോ കൊടുത്ത സമയത്ത്. ഇല്ലല്ല, 1 രൂപയെ കൊടുത്തോളൂ. 1 രൂപയാണ് കൊടുത്തത്. 5 രൂപ ചോദിച്ച സ്ഥലത്ത് 1 രൂപ കൊടുത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരു കാലത്ത് ഒരു ഒന്നൊന്നര പുലിയായിരുന്നു RSP നേതാവ് TJ ചന്ദ്രചൂഡൻ. പാർട്ടി അസീസിനും പ്രേമചന്ദ്രനും നടുക്കായതോടെ ചന്ദ്രചൂഡൻ രൂപത്തിൽ പുലിയാണെങ്കിലും ഭാവത്തിൽ വെറും എലിയായി മാറിയിരിക്കുന്നു. ഏത് കഠിന ഹൃദയൻ്റെയും കരളലിയിക്കുന്ന കാഴ്ചയാണ് ഇത്. മാണിസാറിൻ്റെ കോഴയെക്കുറിച്ച് ചോദിച്ചാൽ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാത്ത ആരെങ്കിലും ഇന്ന് കേരളത്തിലുണ്ടോ? അവിടെയും ഈ പുലിക്ക് മിണ്ടാട്ടമില്ല. അത് പറയും. അസീസിനെ കണ്ട് ചോദിച്ചാൽ മതി. അസീസ് ഞാൻ കുറച്ച് നാളായിട്ട് പ്രതികരിക്കുന്നില്ല ഒന്നിലും. അതുകൊണ്ട് എന്നെ അങ്ങോട്ട് മതി.